അശ്വിൻ മറ്റൊരു പ്രധാന വാർത്ത നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത് ആർഎസ്എസുമായി ജമാഅത്തെ ഇസ്ലാമി ദേശീയ പ്രസിഡന്റ് ആരിഫ് അലി ചർച്ച നടത്തിയിരുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. എന്നാൽ ദേശീയ സെക്രട്ടറിയാണ് ശ്രീ ടി ആരിഫ് അലി. നമുക്ക് സുപരിചിതമായ മുഖവുമാണ്. അപ്പോൾ ആർഎസ്എസുമായി ചർച്ച നടത്തിയോ, അതിന്റെ പശ്ചാത്തലം എന്താണ്? അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഈ വാർത്ത ദുരുദ്ദേശപരം എന്നൊക്കെയാണ്. എന്താണ് ആരിഫ് അലി പറയുന്നത്? അശ്വിൻ, പ്രദീപ്, ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത് ജനുവരി 14-നാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങളുണ്ടായിരുന്നു. പൊതുവെ ആർഎസ്എസിന്റെ ഏറ്റവും വലിയ വിമർശകർ എന്നാണ് ജമാഅത്തെ ഇസ്ലാമി അറിയപ്പെടാറുള്ളത്. മുസ്ലിം സംഘടനകൾക്കിടയിൽ തന്നെ ആർഎസ്എസിനെതിരെ ഏറ്റവും അധികം ശബ്ദമുയർത്തുന്നതും അല്ലെങ്കിൽ ആർഎസ്എസുമായോ മറ്റ് സംഘപരിവാർ സംഘടനകളുമായോ ഒക്കെ തന്നെ മറ്റ് മുസ്ലിം സംഘടനകൾ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചയോ അല്ലെങ്കിൽ പരിപാടികളിലേക്ക് ക്ഷണിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ വിമർശനം ഉന്നയിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ നേതാക്കൾ ആർഎസ്എസ് നേതാക്കളുമായി ചർച്ച നടത്തി എന്നുള്ളത് കഴിഞ്ഞ കുറെ കാലമായി, കഴിഞ്ഞ ഒരു മാസത്തോളമായി ഈ വലിയ ചർച്ചകൾക്കൊക്കെ, സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചകൾക്കൊക്കെ കാരണമായ ഒരു സംഭവമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ടി ആരിഫ് അലി, മുൻ കേരള അമീറാണ് അദ്ദേഹം, ഇപ്പോൾ നാഷണൽ സെക്രട്ടറി ജനറലാണ്. ഇവരുടെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ നാഷണൽ സെക്രട്ടറി ജനറലാണ് ടി ആരിഫ് അലി. ടി ആരിഫ് അലി ഇന്നലെ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യം സ്ഥിരീകരിക്കുന്നത്. ഇങ്ങനെ ചർച്ച നടത്തിയിട്ടുണ്ട്, പക്ഷേ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആരോപിക്കപ്പെടുന്നത് പോലെ ഒരു അടച്ചിട്ട മുറിയിലെ ചർച്ചയായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വീണ്ടും ചർച്ചകൾ സജീവമായതോടെ അദ്ദേഹം ഒരു എഫ് ബി പോസ്റ്റ് ഇടുന്നു. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എത്തിയത് എന്ന് സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ആർഎസ്എസിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരം ഒരു നിർദ്ദേശം ആദ്യം ഉണ്ടാവുന്നത്. മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷി വഴിയാണ് ആർഎസ്എസ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെടുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായി മാത്രമല്ല മറ്റ് 4 സംഘടനകളും ചർച്ചയിലുണ്ടായിരുന്നു. മറ്റ് പ്രധാനപ്പെട്ട 4 മുസ്ലിം സംഘടനകളും ചർച്ചയിലുണ്ടായിരുന്നു. ഇങ്ങനെ ആദ്യഘട്ടത്തിൽ ഒരു ചർച്ചയാവാം എന്നുള്ള നിലയ്ക്ക് SY ഖുറേഷി ആദ്യം ഇങ്ങനെ ഒരു മധ്യസ്ഥ ശ്രമവുമായി വരുന്നു. പിന്നീട് ജമാഅത്ത് ഇസ്ലാമി അങ്ങോട്ട് ചില നിർദ്ദേശങ്ങൾ വെക്കുന്നു, ചർച്ചയ്ക്ക് വേണ്ടി ചില നിർദ്ദേശങ്ങൾ അങ്ങോട്ട് വെക്കുന്നു. ഈ നിർദ്ദേശങ്ങളും ഉപാധികളും ഒക്കെ തന്നെ RSS അംഗീകരിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ജമാഅത്ത് ഇസ്ലാമി തയ്യാറായതെന്ന് പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആരോപിക്കപ്പെടുന്നത് പോലെ അത് അടച്ചിട്ട മുറിയിലെ ഒരു ചർച്ചയായിരുന്നില്ല, അല്ലെങ്കിൽ ഏകപക്ഷീയമായിരുന്ന ഒരു ചർച്ചയായിരുന്നില്ല എന്നാണ് ടി ആരിഫ് അലി പറയുന്നത്. RSS പല വിഷയങ്ങളിലും RSSുമായി ചർച്ച നടത്തി. കാരണം ജനാധിപത്യപരമായ സംവാദങ്ങളിലൂടെ മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ കഴിയൂ. ഒരു സംഘടനയ്ക്ക് ജനാധിപത്യപരമായിട്ടുള്ള ഒരു സംവാദത്തിന്റെ അന്തരീക്ഷം കൂടെ വേണം എന്ന് ആരിഫ് അലി പറയുന്നുണ്ട് ഈ ചർച്ചയ്ക്കുള്ള ന്യായീകരണമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം, മുൻപ് കണ്ണൂരിലെ സംഘർഷങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ശ്രീഎം എന്ന ആത്മീയാചാര്യന്റെ അധ്യക്ഷതയിൽ CPM RSSുമായി ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ എന്നുള്ളതും, അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നല്ലോ ഏറ്റവും വലിയ വിമർശകർ, ഈ ചർച്ചയുടെയൊക്കെ ഏറ്റവും വലിയ വിമർശകർ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നല്ലോ എന്നൊരു ചോദ്യവും സ്വാഭാവികമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ആരിഫ് അലി ഇതിന് പറയുന്ന ഒരു മറുപടി, ഈ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ലക്ഷ്യം വെക്കുന്ന ചർച്ചകൾ താല്പര്യമില്ല, മറിച്ച് ഈ കാര്യങ്ങൾ ഗുണപരമായ ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ മുൻകൈ എടുത്തതെന്നൊക്കെയാണ് ആരിഫ് അലി വിശദീകരിക്കുന്നത്. മാത്രമല്ല ഈ RSS ആണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത്. ഇതിപ്പോൾ ഈ അടച്ചിട്ട മുറിയിലാണോ ചർച്ച, അതോ തുറസായ മൈതാനത്താണോ ചർച്ച എന്നതിനപ്പുറം രാഷ്ട്രീയമായോ മതപരമായോ ആശയപരമായോ പ്രത്യയശാസ്ത്രപരമായോ വിരുദ്ധ ചേരികൾ നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരിനോ യുദ്ധത്തിനോ ഒക്കെ മുതിരുന്നവർ തമ്മിൽ നടത്തുന്ന ചർച്ചകളെ ആ ചർച്ച നടത്തുമ്പോഴേ തള്ളിപ്പറയുകയും വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് കരുതുന്നു. ഇതിലൂടെ ഒരു സമാധാനപരമായ സൗഹൃദത്തിന്റെയൊക്കെ ഒരു അന്തരീക്ഷം ഉണ്ടാവുമെങ്കിൽ അത് ഉണ്ടാവട്ടെ എന്നല്ലേ നാം കരുതേണ്ടത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇതിനടച്ച് ആക്ഷേപിച്ച് വിമർശിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു നിലപാടായിരിക്കണം പൊതുസമൂഹത്തിന് പോലും തോന്നുക. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് മറ്റു വാർത്തകളിലേക്കും തിരികെ കോഴിക്കോട്ടും അശ്വിനിലേക്കും ഒക്കെ എത്താം. തൽക്കാലം പ്രഭാത കേരളത്തിൽ ഒരു ഇടവേളയാണ്. ഒട്ടനവധി വാർത്തകളും ഫോർട്ട് കൊച്ചിയുടെ വിശേഷങ്ങളും അതിനുശേഷം.